ഹലോ ഹലോ സാറേ വോയിസ് ഇപ്പോൾ ശരിയായില്ലേ സാറേ? വോയിസ് ക്ലിയർ അല്ല? ഇല്ല. ഓക്കെ, എന്നാൽ ഞാൻ ഫോണിൽ പ്രസ് ചെയ്യാം. ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അമൽ സുരേന്ദ്രൻ, അമൽ വോയിസ് ക്ലിയർ അല്ല സാർ. ഓക്കെ, ഓക്കെ, ഇപ്പൊ ക്ലിയർ അല്ലേ വോയിസ്? ഞാൻ സെൽഫോണിൽ കയറി. ഓക്കെ, അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം. ലാസ്റ്റ് ക്ലാസ് വി വർ ഡിസ്കസിങ് അബൌട്ട് ഡിസൈൻ ഓഫ് ഹാർഡ്വയർഡ് കൺട്രോൾ യൂണിറ്റ്. ഡിസൈൻ ഓഫ് ഹാർഡ്വയർഡ് കൺട്രോൾ യൂണിറ്റ്. കമ്മിങ് ടു ദി സ്ലൈഡ്, ഓർക്കുക, actually we have to generate control signals like we have to generate PC, we have to generate MARIN, we have to generate read. So here we have an example, add R3, R1. R3 means first operand is resides in a memory location. R1 is the next operand, second operand. Okay, then this was the diagram for generating control signals. ഒരാളൊന്ന് പറഞ്ഞ, ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ നോക്കാം. അഞ്ജിത രഞ്ജിത്ത്, അഞ്ജിത ഒന്ന് ഓൺലൈൻ വന്നേ. അഞ്ജിത ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഓർമ്മയുണ്ടോ എന്തെങ്കിലും ഒരു പോർഷൻ? അനൈന ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. അമൽ രവീന്ദ്രൻ, ഒന്ന് റെസ്പോണ്ട് ചെയ്യ ആരെങ്കിലും ഒരാൾ. ഓക്കെ, അതൊന്ന് പറഞ്ഞേ, എന്തായിരുന്നു കോൺസെപ്റ്റ്? ഇൻസ്ട്രക്ഷൻ ഡീകോഡറിന്ന് ഡിഫറെന്റ് ചാനൽസ് വഴി ഇൻസ്ട്രക്ഷൻസ് എൻകോഡറിലേക്ക് പോയിട്ട് സ്റ്റെപ്പ് ഡീകോഡർ എത്ര സ്റ്റെപ്സ് അത് ചെയ്തിട്ട് രണ്ടും എനേബിൾ ആകുമ്പോൾ വേണ്ട സിഗ്നൽസ് ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, കറക്റ്റ് ആണ്. കോൺസെപ്റ്റ് നോക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ജനറേറ്റ് കൺട്രോൾ സിഗ്നൽസ് ഫോർ പെർഫോമിംഗ് ആഡ് R3, R1. So that instruction is available from instruction register. Pointer നോക്കുക. Then instruction decoder identify which instruction we have to generate control signals. So ആ ഒരു ഇൻസ്ട്രക്ഷൻ എൻകോഡറിലേക്ക് എങ്ങനെ വരും? ഒരു പാത്ത് ഉണ്ടാവും. ഓരോ ഇൻസ്ട്രക്ഷനും ഓരോ പാത്ത് ഉണ്ടാവും. സപ്പോസ് INS1 ഇൻസ്ട്രക്ഷൻ 1, ദിസ് ഈസ് ദി പാത്ത് ഫോർ പെർഫോമിംഗ് അഡീഷൻ ഓപ്പറേഷൻ. Then that instruction coming to encoder. Then നമുക്കറിയാം അഡീഷൻ പെർഫോം ചെയ്യണേൽ പ്രീവിയസ് എക്സാമ്പിൾ നമ്മൾ കണ്ടിട്ടുണ്ട്. കണ്ടോ? പ്രീവിയസ് എക്സാമ്പിൾ നോക്കുക. ഇൻ ദിസ് എക്സാമ്പിൾ വി ഹാവ് ടു ജനറേറ്റ് ഡിഫറെൻറ്റ് കൺട്രോൾ സിഗ്നൽസ് ഇൻ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് കുറേ ഉണ്ട്, 7 സ്റ്റെപ്സ് ഉണ്ട്. ഇത്രയും കൺട്രോൾ സിഗ്നൽസ് നമുക്ക് വേണം. അപ്പം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റെപ്സ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. കൺട്രോൾ സിഗ്നൽ ജനറേറ്റ് ആവുന്നു. ഇനി ഒരു പോയിന്റ് നിങ്ങൾ ഓർത്തിരിക്കണം. കൺട്രോൾ സിഗ്നൽസ് ആർ ഡിറ്റർമൈൻഡ് ബൈ. എങ്ങനെയാണ് നമ്മൾ കൺട്രോൾ സിഗ്നൽസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്? ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി കണ്ടന്റ് ഇൻ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. അങ്ങനെ പറയാൻ കാരണം എന്താ? ഇൻ ഓർഡർ ടു പെർഫോം അഡീഷൻ ഓപ്പറേഷൻ നമ്മൾ ഈ പറഞ്ഞതുപോലെ 7 സ്റ്റെപ്സിലായിട്ട് ഒരുപാട് കൺട്രോൾ സിഗ്നൽസ് വേണം. സപ്പോസ് ഇറ്റ് ഈസ് എ സബ്സ്ട്രാക്ഷൻ ഓപ്പറേഷൻ, ഡിഫറെൻറ്റ് കൺട്രോൾ സിഗ്നൽ ആയിരിക്കും. ഫോർ പെർഫോമിംഗ് ബ്രാഞ്ച് ഡിഫറെൻറ്റ് കൺട്രോൾ സിഗ്നൽ ആയിരിക്കും. നിങ്ങൾ ഓർക്കുക, കൺട്രോൾ സിഗ്നൽസ് ആർ ഡിറ്റർമൈൻഡ് ബൈ, നോട്ട് ചെയ്യണം, കൺട്രോൾ സിഗ്നൽസ് ആർ ഡിറ്റർമൈൻഡ് ബൈ കണ്ടന്റ് ഓഫ് കൺട്രോൾ സ്റ്റെപ്പ് കൗണ്ടർ, കണ്ടന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ, ബേസ്ഡ് ഓൺ ദി എക്സ്റ്റേണൽ ഇൻപുട്ട്, ബേസ്ഡ് ഓൺ ദി കണ്ടീഷൻ കോഡ്. ഇത്രയും ബേസ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൺട്രോൾ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യുന്നത്. ഈ ഒരു ഡയഗ്രം ഓർക്കുക. Here we are generating control signals. It depends on content of instruction register.
content of step counter based on external input, based on condition code. Clear ആണോ? അനൈന ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ, ദെൻ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കൺട്രോൾ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണം? ആഫ്റ്റർ പെർഫോമിങ് ഓർ ആഫ്റ്റർ ജനറേറ്റിംഗ് കൺട്രോൾ സിഗ്നൽ ഫോർ അഡീഷൻ ഓപ്പറേഷൻ, ദെൻ നെക്സ്റ്റ് ഏതോ ഒരു ഇൻസ്ട്രക്ഷൻ വന്നു, സപ്പോസ് ഒരു ബ്രാഞ്ച് ഇൻസ്ട്രക്ഷനാണ് വന്നതെങ്കിൽ നമുക്ക് അതിന് വേണ്ട കൺട്രോൾ സിഗ്നൽസ് നെക്സ്റ്റ് ജനറേറ്റ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് കൺട്രോൾ സിഗ്നലിന്റെ എൻഡ് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അതിനൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ കൺട്രോൾ സിഗ്നൽ ജനറേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴാണോ നമ്മൾ ഈ എൻഡ് എന്ന് പറയുന്ന സിഗ്നൽ ഐഡന്റിഫൈ ചെയ്യുന്നത്, എൻഡ് എപ്പോഴാണോ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്, ആ സമയത്താണ് നമ്മുടെ ഒരു ഇൻസ്ട്രക്ഷന് വേണ്ടിയുള്ള കൺട്രോൾ സിഗ്നൽസിന്റെ ജനറേഷൻ സ്റ്റോപ്പ് ചെയ്യുന്നത്. ഒന്നുകൂടി പറയാം. ഇൻ ഓർഡർ ടു പെർഫോം അഡീഷൻ ഓപ്പറേഷൻ ദിസ് മച്ച് നമ്പർ ഓഫ് കൺട്രോൾ സിഗ്നൽസ് ആർ റിക്വയർഡ്. ഇനി കൺട്രോൾ സിഗ്നൽസ് നമ്മൾ ജനറേറ്റ് ചെയ്തു. ഈ ഒരു ഇൻസ്ട്രക്ഷന് വേണ്ട എൻഡ്, ഹിയർ വി ക്യാൻ സി ആൻ എൻഡ് സിഗ്നൽ. എൻഡ് എപ്പോഴാണോ വരുന്നത് ആ സമയത്ത് മനസ്സിലാവും അഡീഷന് വേണ്ട കൺട്രോൾ സിഗ്നൽസ് ഒക്കെ ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് വേറൊരു ഇൻസ്ട്രക്ഷൻസിന് വേണ്ട കൺട്രോൾ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യണം. ഇങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു പോയിന്റ് ഇട്ട് ഹൈഫൺ ഇട്ട് എഴുതുക, പോയിന്റ് ഇട്ടിട്ട് എഴുതുക എൻഡ് സിഗ്നൽ. എൻഡ് സിഗ്നൽ start a new instruction fetch cycle by resetting the control step counter. End signal starts a new instruction fetch cycle by resetting the control step counter. Clear ആണോ? അരുന്ധത്, അനുപമ, അർപ്പിത് ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. അർപ്പിതേ, ഇപ്പോഴെന്താ ഞാൻ പറഞ്ഞത്? നമ്മൾ കൺട്രോൾ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യുകയാണ്. ഒരു ഇൻസ്ട്രക്ഷന് വേണ്ട കൺട്രോൾ സിഗ്നൽ എൻഡ് ആയിന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? ആഫ്റ്റർ ജനറേഷൻ എപ്പോഴാണോ എൻഡ് എന്ന് പറയുന്ന കൺട്രോൾ സിഗ്നൽസ് വരെ നമ്മൾ എത്തുന്നത്, അപ്പോൾ അതിനു വേണ്ടിയുള്ള കൺട്രോൾ സിഗ്നൽസ് നമ്മൾ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് വി ക്യാൻ ഗോ ഫോർ another instruction. Okay, clear ആണോ കോൺസെപ്റ്റ്? അർപ്പിത്, ഖദീജ, ഷിറിൻ, ലിഖിത് ക്ലിയർ ആണോ? ഹലോ ഹലോ പറഞ്ഞോ അർപ്പിതേ. സാറേ, എനിക്ക് ഒന്നും കൂടി പറഞ്ഞു തരുമോ? എനിക്ക് അത് കുറച്ച് കൺഫ്യൂഷൻ അടിയോ. ഓക്കെ, ശ്രദ്ധിക്കുക. നമ്മളിവിടെ എയിം എന്ന് പറയുന്നത്, ഇപ്പം നമ്മുടെ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലുള്ള ഒരു ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ആഡ് R3, R1 എന്ന് പറയുന്നൊരു ഇൻസ്ട്രക്ഷൻ ആണ്. അതായത് ഈ ഒരു ഇൻസ്ട്രക്ഷൻ ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഈ ഇൻസ്ട്രക്ഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ നിന്ന് എടുത്തിട്ട് എൻകോഡർ എന്ന് പറയുന്ന യൂണിറ്റിലേക്ക് കൊണ്ടുവന്നു. അതായത് ഈ ഇൻസ്ട്രക്ഷൻ ആഡ് R3, R1 എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷനെ നമ്മൾ ഫെച്ച് ചെയ്തെടുക്കുന്നു. ദെൻ നമ്മൾ അതിനെ പ്ലേസിംഗ് ഇൻറ്റു എൻകോഡർ എന്ന് പറയുന്ന ഒരു യൂണിറ്റിലേക്ക് വരുന്നു. ദെൻ നമ്മുടെ എയിം എന്താണ്? ആ ഒരു ഇൻസ്ട്രക്ഷൻ പെർഫോം ചെയ്യാനുള്ള കൺട്രോൾ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഏതൊക്കെയാണ് കൺട്രോൾ സിഗ്നൽസ് എന്ന് ഓർക്കുക. 7 സ്റ്റെപ്സിലായിട്ട് ഇത്രയും കൺട്രോൾ സിഗ്നൽസ് നമുക്ക് ജനറേറ്റ് ചെയ്യണം. ഇത്രയും കൺട്രോൾ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യണം. ഓക്കെ, ഇൻഡിവിജ്വൽ ഓരോന്നും ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മുടെ കയ്യിൽ ആരുണ്ട്? സ്റ്റെപ്പ് കൗണ്ടർ എന്ന് പറയുന്ന ഒരു പാർട്ട് ഉണ്ട്. നോക്കുക, സ്റ്റെപ്പ് കൗണ്ടർ എന്ന് പറയുന്ന പാർട്ട് ഉണ്ട്. ദെൻ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിന് ഇൻസ്ട്രക്ഷൻ വന്നു. എന്തെങ്കിലും കണ്ടീഷൻ കോഡോ ഫ്ലാഗ്സോ, ഇപ്പൊ നമ്മുടെ നോർമൽ ഇൻസ്ട്രക്ഷനിൽ അത് ആവശ്യമില്ല. ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കൺട്രോൾ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യുന്നു. അപ്പം ഒരു ഇൻസ്ട്രക്ഷന്റെ കൺട്രോൾ സിഗ്നൽ ആയിന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എൻഡ് എന്ന് പറയുന്നൊരു സിഗ്നൽ യൂസ് ചെയ്യുന്നത്. ഒരു ഇൻസ്ട്രക്ഷന്റെ വേണ്ട എല്ലാ കൺട്രോൾ സിഗ്നൽസും ആയി കഴിയുമ്പം അതിന് കൂടെ ഒരാളും കൂടി ഉണ്ട്. ആര്? എൻഡ് എന്ന് പറയുന്നൊരു കൺട്രോൾ സിഗ്നൽസ്. ഈ ഒരു സിഗ്നൽ കാണുമ്പം
നമ്മുടെ സ്റ്റെപ്പ് കൗണ്ടറിന് മനസ്സിലാവും ഒരു പർട്ടിക്കുലർ ഇൻസ്ട്രക്ഷൻ പെർഫോം ചെയ്യാനുള്ള എല്ലാ കൺട്രോൾ സിഗ്നലും ജനറേറ്റ് ആയിട്ടുണ്ട്. ഇതാണ് സംഭവം. ഓക്കെ സാർ, ഓക്കെ സാർ, ഓക്കെ സാർ. ഓക്കെ, ഇനി നിങ്ങൾ നെക്സ്റ്റ് ഒരു പോയിന്റ് എഴുതുക. നെക്സ്റ്റ് പോയിന്റ് റൺ ഈക്വൽ ടു 1 സിഗ്നൽ, run equal to 1 signal causes the counter to be incremented by 1. Causes the counter to be incremented by 1. Run equal to 0, counter stop counting. Run equal to 0, counter stop counting. ഇനി അത് മനസ്സിലാക്കേണ്ടത് നോക്കുക. ഹിയർ എൻഡ് എന്തിനാണെന്ന് നമ്മൾ പറഞ്ഞു, ഇൻഡിക്കേറ്റിംഗ് എൻഡ് ഓഫ് ദി കൺട്രോൾ സിഗ്നൽ. റൺ എന്ന് പറയുന്നൊരു വേറൊരു കൺട്രോൾ സിഗ്നൽ ഉണ്ട്. ഇത് പെർഫോം ചെയ്യുന്നത് എപ്പോഴാണോ റണ്ണിന്റെ വാല്യൂ 1 ആവുന്നത്, 1 ആവുമ്പോഴാണ് വെൻ ഇറ്റ് ഈസ് ഈക്വൽ ടു 1 ഓരോ ഇൻസ്ട്രക്ഷനും വേണ്ട സ്റ്റെപ്സ് അത് ഇൻക്രിമെന്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതായത് ഒരു ഇൻസ്ട്രക്ഷന് വേണ്ടി ഇൻക്രിമെന്റ് ചെയ്ത് കൺട്രോൾ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യും. ഇനി ആഫ്റ്റർ ജനറേഷൻ എൻഡ് കണ്ടു കഴിഞ്ഞാൽ എന്തായി, എൻഡ് ഐഡന്റിഫൈ ചെയ്തുമ്പോൾ റണ്ണിന്റെ വാല്യൂ 0 ആയി. 0 ആയി കഴിഞ്ഞാൽ പിന്നെ അത് ഇൻക്രിമെന്റ് ചെയ്യേണ്ട, വിച്ച് മീൻസ് വി ഹാവ് ജനറേറ്റഡ് ഓൾ കൺട്രോൾ സിഗ്നൽ ഫോർ ദി ഇൻസ്ട്രക്ഷൻ. ഇതാണ് കോൺസെപ്റ്റ്. ക്ലിയർ ആണോ? പോയിന്റ് ആയിട്ട് എഴുതാം. റൺ ഈക്വൽ ടു 1 ആണെങ്കിൽ സ്റ്റെപ്പ് കൗണ്ടർ ഇൻക്രിമെന്റ് ചെയ്തുകൊണ്ടേയിരിക്കും. 0 ആണ് എങ്കിൽ സ്റ്റെപ്പ് കൗണ്ടറിന് മനസ്സിലാവും അതിനു വേണ്ടിയുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ആയിട്ടുണ്ട്, ഇനി അത് കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഒരാൾ ഇതൊന്ന് സമ്മറൈസ് ചെയ്ത് തന്നെ. സെവിൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കി. സെവിൻ ഈ ഡയഗ്രാം സാരംഗ്. സെവിൻ സെവിൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്തേ. എന്തൊക്കെ മനസ്സിലായി? സാർ, സ്റ്റെപ്പ് കൗണ്ടർ എന്ന് പറഞ്ഞാല് ഓരോ സിഗ്നൽ ലൈനും ഇത് കൗണ്ട് ചെയ്തെടുക്കേണ്ടിട്ടാണ് സ്റ്റെപ്പ് കൗണ്ടർ ഉള്ളത്. ഓക്കെ. പിന്നെന്ന് പറഞ്ഞാല് റണ്ണ് 1 ആവുമ്പം കൗണ്ടർ സ്റ്റാർട്ട് ചെയ്യും, റണ്ണ് 0 ആവുമ്പോൾ കൗണ്ടർ സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ. റണ്ണ് 0 ആവുന്നത് എപ്പോഴാ? വെൻ വി ആർ ഐഡന്റിഫൈയിങ് എൻഡ് സിഗ്നൽ. അതായത് ആ ഇൻസ്ട്രക്ഷൻ്റെ എല്ലാം ഇത് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ റണ്ണിന് 0 ആവാം. സാർ. ദെൻ ഇൻസ്ട്രക്ഷൻ ഡീകോഡർ ഓരോ ഇൻസ്ട്രക്ഷനെയും സെപ്പറേറ്റ് പ്ലേസ് ചെയ്യാൻ വേണ്ടി സെപ്പറേറ്റ് ലൈൻ ഉണ്ട്, മനസ്സിലാക്കുക. ഓരോ ഇൻസ്ട്രക്ഷനും നമുക്ക് ഓരോ സ്റ്റെപ്പ് വെച്ചിട്ടുണ്ട്. ഇപ്പൊ അഡീഷൻ ആണ് നമ്മുടെ എക്സാമ്പിൾ, അതിൽ 7 സ്റ്റെപ്പ് ഉണ്ട്. ആ 7 സ്റ്റെപ്പിനെയും സ്റ്റെപ്പ് ഡീകോഡർ ഐഡന്റിഫൈ ചെയ്ത് സെപ്പറേറ്റ് ഓരോ സ്റ്റെപ്പിലും വേണ്ട സിഗ്നൽസ് ജനറേറ്റ് ചെയ്തോളും. എൻ വിൽ ബി കൺട്രോൾ സിഗ്നൽസ്. ലാസ്റ്റ് ക്ലാസ്സും ഈ ഒരു ക്ലാസ്സും കൂടി കണക്ട് ചെയ്യുക. വീഡിയോസ് ജസ്റ്റ് ഒന്ന് നോക്കുക. ക്ലിയർ അല്ലേ ഏകദേശം? തുളസി, തേജ റെസ്പോണ്ട് ചെയ്തേ. വൈഷ്ണവി, യാദവ്, ഓക്കെ. ഈ ഒരു പോയിന്റ് ജസ്റ്റ് നോക്കുക. സ്റ്റെപ്പ് ഡീകോഡർ പ്രൊവൈഡ്സ് എ സെപ്പറേറ്റ് സിഗ്നൽ ലൈൻ ഫോർ ഈച്ച് സ്റ്റെപ്പ്. ദെൻ ഇൻസ്ട്രക്ഷൻ ഡീകോഡർ ഓരോ ഇൻസ്ട്രക്ഷനെയും നമ്മുടെ എൻകോഡറിലേക്ക് പ്ലേസ് ചെയ്യുന്നു ത്രൂ എ സെപ്പറേറ്റ് ചാനൽ. ഇറ്റ് മേ ബി ഇൻസ്ട്രക്ഷൻ 1 ത്രൂ ഇൻസ്ട്രക്ഷൻ M വരെയുള്ള, അതായത് നമ്മുടെ ആർക്കിടെക്ചറിൽ എത്രമാത്രം ഇൻസ്ട്രക്ഷൻസ് ഉണ്ടോ, ഇൻസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ അഡീഷൻ, അരിത്തമെറ്റിക് ഇൻസ്ട്രക്ഷൻസ് ആവാം, എത്രമാത്രം ഇൻസ്ട്രക്ഷൻസ് ഉണ്ടോ അതിനെയൊക്കെ പ്ലേസ് ചെയ്യാൻ വി ഹാവ് സെപ്പറേറ്റ് ചാനൽ. ദെൻ ദിസ് യൂണിറ്റ് ഈസ് ജനറേറ്റിംഗ് കൺട്രോൾ സിഗ്നൽ ഫോർ പെർഫോമിംഗ് വൈ ഇന്നിന് വേണ്ടിയിട്ട് PC ഔട്ട്, ആഡ്, എൻഡ് ഇങ്ങനെയുള്ള എല്ലാ സിഗ്നൽസും ആര് ജനറേറ്റ് ചെയ്യുന്നു? ഈ ഒരു യൂണിറ്റ് ജനറേറ്റ് ചെയ്യുന്നു. അണ്ടിൽ ഇറ്റ് എൻകൗണ്ടർ എ എൻഡ് സിഗ്നൽ. എൻഡ് സിഗ്നൽ വരെ ആ ഇൻസ്ട്രക്ഷന് വേണ്ട എല്ലാ സിഗ്നൽസും ആര് ജനറേറ്റ് ചെയ്യുന്നു? നമ്മുടെ കൺട്രോളർ യൂണിറ്റ് ജനറേറ്റ് ചെയ്യുന്നു. ഇനി ആക്ച്വലി ഈ ഒരു കൺട്രോൾ ഹാർഡ്വെയർ എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി
സിഗ്നൽസ് ജനറേറ്റ് ചെയ്യുന്നു. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി കണ്ടന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ, നമുക്കറിയാം. ദെൻ ബേസ്ഡ് ഓൺ ദി കണ്ടന്റ്സ് ഇൻ സ്റ്റെപ്പ് കൗണ്ടർ. ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ എക്യുപ്മെന്റ്സ് ഒക്കെ നമ്മൾ ഡിസൈൻ ചെയ്തതാണ്. ഹാർഡ്വെയർ യൂണിറ്റ്സ് അതിനുള്ളിലുണ്ട്. ദാറ്റ്സ് വൈ വി ആർ സെയിങ് ഇറ്റ്സ് എ ഹാർഡ് വയർഡ് കൺട്രോൾ യൂണിറ്റ്. ഹാർഡ് വയർഡ് കൺട്രോൾ യൂണിറ്റ്. കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? സേജൽ, സിഷാജ്, നിവേദ്യ. ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ, ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്തായിരുന്നു, അതുകൊണ്ടാണ് കുറച്ച് സ്പീഡിൽ പോയത്. നെക്സ്റ്റ്, നോട്ട് ഡൗൺ ദ മെയിൻ അഡ്വാൻറ്റേജസ് ഓഫ് ഹാർഡ് വയർഡ് കൺട്രോൾ യൂണിറ്റ്. ഹാർഡ് വയർഡ് കൺട്രോൾ യൂണിറ്റ്, ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ എന്താ? ആക്ച്വലി ഓൾറെഡി വി ആർ ബിൽഡിങ് ഓൾ ദി റിക്വയർമെന്റ്. ടാസ്ക് പെർഫോം ചെയ്യാനുള്ള എല്ലാ റിക്വയർമെന്റും നമ്മൾ ബിൽഡ് ചെയ്തിട്ട് എവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്? നമ്മുടെ കൺട്രോൾ ലോജിക് യൂണിറ്റിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, ഇൻ ഓർഡർ ടു പെർഫോം സെഡ് ഇൻ, പെർഫോം ചെയ്യാനുള്ള എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു. സെഡിന് വേണ്ട എല്ലാ കാര്യങ്ങളും ലോജിക് സർക്യൂട്ട് നമ്മൾ എവിടെ വെച്ചു? കൺട്രോൾ യൂണിറ്റിൽ വെച്ചു. നമുക്ക് പെർഫോം ചെയ്യേണ്ട എല്ലാ കൺട്രോൾ സിഗ്നൽസിനും വേണ്ട സർക്യൂട്ടറി ഇവിടെ ഉണ്ട്, ഓൾറെഡി ഉണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഹൈ എഫിഷ്യൻ്റ് ആയിട്ട്, മിനിമം കോസ്റ്റിൽ, ഹൈ സ്പീഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹാർഡ് വയർഡ് കൺട്രോൾ യൂണിറ്റ് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അതിന്റെ ഡിസഡ്വാൻറ്റേജ് നോക്കുക. എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ എറർ കറക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ പുതിയൊരു ഇൻസ്ട്രക്ഷൻ വന്നാൽ അതിന് വേണ്ട സർക്യൂട്ടറി ഉണ്ടാക്കുക എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടാണ്. ദെൻ ഡിസൈൻ എന്ന് പറയുമ്പോൾ ഓർക്കുക, ഓരോ കൺട്രോൾ സിഗ്നൽസിന് വേണ്ട സർക്യൂട്ടറിയും ലോജിക് ഡയഗ്രം ഒക്കെ വരച്ചിട്ട് വേണം നമ്മളിത് ഡിസൈൻ ചെയ്യാൻ. അപ്പം അത്ര ഈസി അല്ല നമ്മളൊരു ഹാർഡ് വയർഡ് കൺട്രോൾ യൂണിറ്റ് ബിൽഡ് ചെയ്യുന്നത് എന്നോർക്കുക. അപ്പം അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. മുഹമ്മദ് നാസിഫ്, നന്ദ ഒന്ന് നോക്കി. ഋതിക്, സുനിൽ, ക്ലിയർ അല്ലേ? ഡിസൈനോ? അനൈന, അഞ്ജിത, അനുപമ ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. അനുപമ ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. എന്താ മനസ്സിലായത് റിഗാർഡിംഗ് ഹാർഡ് വയർഡ് കൺട്രോൾ യൂണിറ്റ്? ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കി അനുപമ. നമുക്ക് മനസ്സിലായ കാര്യം ഒന്ന് പറഞ്ഞാൽ മതി. ട്രൈ ചെയ്ത് നോക്ക്. ഹലോ രോഹിത് രമേശ് ഒന്ന് പറയാൻ പറ്റുമോ? രോഹിത് രമേശ്, എന്താ മനസ്സിലായത് റിഗാർഡിംഗ് ഹാർഡ് വയർഡ് കൺട്രോൾ യൂണിറ്റ്? അത് ആദ്യം ആ കൺട്രോൾ സിഗ്നൽസ് 1 ആവുമ്പോൾ സ്റ്റെപ്സ് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, എന്നിട്ട് അത് 0 ആകുമ്പം എൻഡിലേക്ക് പോയിട്ട് ഇപ്പുറത്തോട്ട് സാറ് ഫിഗർ ഒന്ന് കാണിച്ചു തരും. ഫിഗറിലാണുള്ളത് ഇപ്പം. ആദ്യം ക്ലോക്കിന്റെ അകത്ത് നേരെ വന്നിട്ട് റണ്ണ് 1 ആകുമ്പം സ്റ്റെപ്സ് ഏതെല്ലാം വേണ്ടെന്ന് എക്സിക്യൂട്ട് ചെയ്ത് എൻകോഡറിലേക്ക് പോകും. ഓക്കെ, എന്നിട്ട് ഇപ്പൊ എൻഡ് ആകുന്ന വെച്ചാല് എൻഡ് ആകുമ്പോൾ അതിന്റെ ഇപ്പൊ എത്ര സ്റ്റെപ്സാ വേണ്ടത് അനുസരിച്ചിട്ട് അത് മേലേക്ക് ആദ്യം കൺട്രോൾ സ്റ്റെപ്പ് കൗണ്ടറിലേക്ക് പോകും. ഓക്കെ, ജസ്റ്റ് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒന്നുകൂടി പറയാണ്, ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു ടോപ്പിക് വൈൻഡ് അപ്പ് ചെയ്യാം. നമ്മുടെ എയിം എന്ന് പറയുന്നത് കൺട്രോളർ യൂണിറ്റ് ജനറേറ്റ് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള കൺട്രോൾ സിഗ്നൽസ് ആണ്. MAR, റീഡ്, സെലക്ട്. നമ്മുടെ കയ്യിലുള്ള ഇൻസ്ട്രക്ഷൻ ആഡ് R3, R1 എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രക്ഷൻ ആണ്. അപ്പൊ ഇതിന് ഇത്രയും നമ്പർ ഓഫ് കൺട്രോൾ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യണം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ട്? സെഡ് ഔട്ടിന് വേണ്ടിയിട്ടുള്ള ലോജിക് എക്സ്പ്രഷൻ എഴുതി അതിന്റെ ഡയഗ്രാം, അതിന്റെ സർക്യൂട്ടറി ഓൾറെഡി ബിൽഡ് ചെയ്ത് കൺട്രോൾ യൂണിറ്റിൽ വെച്ചിട്ടുണ്ട്. PC ഔട്ടിന് വേണ്ട ലോജിക്
എക്സ്പ്രഷൻ എഴുതി അതിന്റെ ഡയഗ്രാം വരച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ഓരോ ഇൻസ്ട്രക്ഷനും എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എല്ലാ കൺട്രോൾ സിഗ്നൽസും എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ലോജിക് എക്സ്പ്രഷൻ എഴുതിയിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ എഴുതിയിട്ട് നമ്മൾ അതിന്റെ സർക്യൂട്ടറി ഉണ്ടാക്കിയിട്ട് ഇതിനുള്ളിൽ വെച്ചിട്ടുണ്ട്. ഈ ഒരു കൺട്രോൾ യൂണിറ്റിന്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. ഈ ഒരു കൺട്രോൾ യൂണിറ്റിന്റെ ഉള്ളിൽ സംഭവങ്ങളുണ്ട്. ഏതൊക്കെ സിഗ്നൽ എപ്പോഴൊക്കെ ജനറേറ്റ് ചെയ്യണം എന്നുള്ള എല്ലാം ഉണ്ട്. ഇനി നമ്മൾ ജനറേറ്റ് ചെയ്താൽ മതി. എങ്ങനെയാ ജനറേറ്റ് ചെയ്യാം? ഇൻസ്ട്രക്ഷനെ മനസ്സിലാക്കി ഇൻസ്ട്രക്ഷൻ ഡീകോഡർ വഴി ആ ഇൻസ്ട്രക്ഷൻ ഇവിടെ എത്തി. ഓരോ ഇൻസ്ട്രക്ഷൻ എത്ര സ്റ്റെപ്സ് വേണമെന്നൊക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇൻസ്ട്രക്ഷൻ എത്തി, ബേസ്ഡ് ഓൺ വിത്ത് ദി ഹെൽപ്പ് ഓഫ് സ്റ്റെപ്പ് കൗണ്ടർ നമ്മൾ എന്ത് ചെയ്യുന്നു? കൺട്രോൾ സിഗ്നൽസിനെ ജനറേറ്റ് ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ? ഇങ്ങനെയുള്ള ഓരോ ഇൻസ്ട്രക്ഷൻ, ഓരോ സിഗ്നൽസിനും വേണ്ട സർക്യൂട്ടറി ഒക്കെ ഹാർഡ് വയർഡിൽ ഉണ്ട്, ഓൾറെഡി ഉണ്ട്. ദാറ്റ്സ് വൈ വി ആർ സെയിങ് ഹാർഡ് വയർഡ് കൺട്രോൾ യൂണിറ്റ്. സ്റ്റോപ്പ് ചെയ്യാണ് ഈ ടോപ്പിക്. റാസി, പ്രിൻസ് രാധാകൃഷ്ണൻ, ക്ലിയർ അല്ലേ? ഋതിക് സുനിൽ, സ്റ്റോപ്പ് ചെയ്യാണ്. ഓക്കെ, നമ്മൾ നോക്കുക. ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ ഒരു ടെക്സ്റ്റിലെ ഒരു ഡയഗ്രാം ആണ് ഞാൻ കാണിക്കാൻ ശ്രമിക്കുന്നത്. ജസ്റ്റ് ഒന്ന് നോക്കാം, വെയിറ്റ് ചെയ്യാം. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? സെഡ് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷന് വേണ്ടി നമ്മൾ കൺട്രോൾ സിഗ്നൽ ജനറേറ്റ് ചെയ്തൊരു ഇക്വേഷൻ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, സ്ലൈഡിലില്ല, നമുക്ക് ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് നിങ്ങൾ എഴുതുക. നെക്സ്റ്റ് ടോപ്പിക് ഡിസൈൻ ഓഫ് ഹാർഡ്വയർഡ് കൺട്രോൾ ലോജിക്. ഡിസൈൻ ഓഫ് ഹാർഡ്വയർഡ് കൺട്രോൾ ലോജിക് നെക്സ്റ്റ് ടോപ്പിക് ആണ്. ഡിസൈൻ ഓഫ് ഹാർഡ്വയർഡ് കൺട്രോൾ ലോജിക്. ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ഹാർഡ്വെയർഡ് കൺട്രോൾ ലോജിക് ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ്. എങ്ങനെയാണ് ഒരു ഹാർഡ്വെയർഡ് കൺട്രോൾ ലോജിക് ഡിസൈൻ ചെയ്യാം. ഒരു ഫ്യൂ ലൈൻസ് എഴുതി വെക്കുക. Here we are designing a hardwired control using one flip-flop per state method to perform signed magnitude addition and subtraction. To perform
signed magnitude addition and subtraction. ഓക്കെ, ടോപ്പിക് പറയാം. നമ്മുടെ എയിം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ കയ്യിൽ രണ്ട് സൈൻഡ് നമ്പേഴ്സ് ഉണ്ട്. സൈൻഡ് നമ്പേഴ്സ് മീൻസ് ഇറ്റ് മേ ബി +3, -3 ഇങ്ങനെയുള്ള നമ്പേഴ്സിനെ വി ഹാവ് ടു പെർഫോം അഡിഷൻ ഓർ സബ്സ്ട്രാക്ഷൻ. ഇങ്ങനെയുള്ള ഒരു ടാസ്ക് പെർഫോം ചെയ്യണമെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അതിന്റെ കൺട്രോൾ ലോജിക് യൂണിറ്റ് ഡിസൈൻ ചെയ്യുക? ഈ ഒരു കേസാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. മനസ്സിലായോ? പറഞ്ഞത് മനസ്സിലായോ? സെവിൻ ഒന്ന് പറഞ്ഞേ, എന്താ പറഞ്ഞത്? വി ആർ ഡിസൈനിങ് എ കൺട്രോൾ ലോജിക്, ഹാർഡ്വയർഡ് കൺട്രോൾ ലോജിക്, വൺ ഫ്ലിപ്പ് ഫ്ലോപ്പർ സ്റ്റേറ്റ് മെത്തേഡ് ആണ്. വൺ ഫ്ലിപ്പ് ഫ്ലോപ്പർ സ്റ്റേറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഡാറ്റ നമ്മൾ സേവ് ചെയ്യുന്നത് ഫ്ലിപ്പ് ഫ്ലോപ്പിലാണ്. ദെൻ നമ്മുടെ എയിം എന്ന് പറഞ്ഞാൽ വി ഹാവ് ടു ഡിസൈൻ എ കൺട്രോൾ ലോജിക് വിച്ച് പെർഫോം സൈൻഡ് മാഗ്നിറ്റ്യൂഡ് അഡിഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ. രണ്ട് നമ്പേഴ്സ് വന്നാൽ ഐദർ വി ഹാവ് ടു പെർഫോം അഡിഷൻ അല്ലെങ്കിൽ നമ്മൾ സബ്സ്ട്രാക്ഷൻ പെർഫോം ചെയ്യണം. അതിനുള്ള കൺട്രോൾ ലോജിക് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത്, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ തുളസി? ഓക്കെ, ഇത് പെർഫോം ചെയ്യാൻ വേണ്ടി നിങ്ങൾ കൂടെ എഴുതി വരിക. നമ്മൾ 5 സ്റ്റെപ്സിലാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു സ്റ്റേറ്റ് ദി പ്രോബ്ലം. നിങ്ങൾ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ എന്താ ചെയ്യുന്നതെന്ന് മനസ്സിലായി കഴിയുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഇപ്പോൾ ഒരു ബ്ലാങ്ക് ആണ് ഉണ്ടാവുക. എന്താ ചെയ്യുന്നതെന്ന് മനസ്സിലാവുമ്പോൾ കൂടെ എഴുതുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു സ്റ്റേറ്റ് ദി പ്രോബ്ലം. അപ്പൊ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ പറഞ്ഞുതരാം. കണ്ടോ? Our aim is to subtract or add a signed numbers. Signed means +3, -4 ഇങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ സൈൻഡ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് എഴുതാം. We are performing signed magnitude addition and subtraction. Then next line എഴുതാം. Sign of negative number will be 1. Sign of positive number will be 0. Sign of negative number will be 1. Sign of positive number will be 0. ഇനി എങ്ങനെയാണ് നമ്മൾ നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുക? നമ്മൾ നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ സപ്പോസ് n ബിറ്റ് നമ്മുടെ കയ്യിലുണ്ടെന്ന് കരുതുക. സപ്പോസ് വി ആർ ഹാവിങ് n ബിറ്റ്. അതിൽ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് യൂസ്ഡ് ഫോർ റെപ്രസെന്റിങ് സൈൻ. റിമൈനിങ് n-1 ബിറ്റ് ആണ് ആ നമ്പറിന്റെ മാഗ്നിറ്റ്യൂഡ് ഡിഫൈൻ ചെയ്യുന്നത്. അതായത് -4 ആണ് എങ്കിൽ മൈനസ് സിമ്പിള് ബൈ പുട്ടിങ് 1, മൈനസിനെ റെപ്രസെന്റ് ചെയ്യാം. നമ്മൾ 1 മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റിൽ വെച്ചിട്ട് നമ്പറിനെ മൈനസ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യും. -4 ആണെങ്കിൽ ആ 4നെ ബാക്കി n-1 ബിറ്റിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യും. ഇങ്ങനെയാണ് സൈൻഡ് നമ്പേഴ്സിനെ നമ്മൾ കമ്പ്യൂട്ടറിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. ഒന്നുകൂടി പറയാം. സപ്പോസ് നമ്മളൊരു നമ്പറിനെ റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ n-1 ബിറ്റ് ഒരു നമ്പറിന്റെ മാഗ്നിറ്റ്യൂഡിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടും മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് ആ നമ്പറിന്റെ സൈനിനെ റെപ്രസെന്റ് ചെയ്യാനും യൂസ് ചെയ്യുന്നു. സപ്പോസ് സൈൻ വാല്യൂ 1 വിച്ച് ഇൻഡിക്കേറ്റ് എ നെഗറ്റീവ് നമ്പർ, സൈൻ വാല്യൂ 0 ഇൻഡിക്കേറ്റ് എ പോസിറ്റീവ് നമ്പർ. ക്ലിയർ ആണോ? ഇത്രയും പോയിന്റ്സ് നോട്ട് ചെയ്യാൻ പറ്റുമോ? സെവിൻ, തുളസി, യാദവ്, മൃദുൽ. സൈൻഡ് നമ്പേഴ്സ് ആഡ് ചെയ്യുകയും സബ്സ്ട്രാക്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു ലോജിക്, ഒരു സർക്യൂട്ടറി, ഒരു ലോജിക് യൂണിറ്റ് നമ്മൾ ഡിസൈൻ ചെയ്യാണ്. എങ്ങനെയാണ് സംഭവം ഉണ്ടാവാന്ന് നമ്മൾ ഡിസൈൻ ചെയ്ത് കാണിക്കുന്നു. അത്രയേ ഉള്ളൂ, സിമ്പിളായ കാര്യമാണ്. അർപ്പിതെ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? മൃദുൽ, ശരിക്കും നമ്മുടെ കാൽക്കുലേറ്ററിൽ 2 നമ്പേഴ്സ് നമ്മൾ എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം റിസൾട്ട്, വി ആർ ഗെറ്റിംഗ് ദി റിസൾട്ട്. പക്ഷെ എങ്ങനെയാണ് ആ നമ്പറിനെ ആ ഒരു മെഷീൻ മനസ്സിലാക്കുന്നത്, അതിന് ബിഹൈൻഡ് നടക്കുന്ന ആ ഒരു കാൽക്കുലേഷൻ എന്താണെന്നാണ് നമ്മളിപ്പം ഡിസൈൻ ആ ഒരു ഇതിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത്. ആ ഡിസൈൻ വ്യൂവിലാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു പോയിന്റ് നോക്കുക.
ഇങ്ങനെ ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ, ഇൻ ഓർഡർ ടു പെർഫോം നമ്പേഴ്സ് അഡിഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ പെർഫോം ചെയ്യാൻ വേണ്ടി ഇത്രയും എക്യുപ്മെന്റ്സ് നമ്മുടെ കയ്യിൽ വേണം. ഇത് ഓരോന്നും എന്താണെന്ന് പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു സ്റ്റോർ ഫസ്റ്റ് ഓപ്പറൻഡ്. എ മീൻസ് ഫസ്റ്റ് ഓപ്പറൻഡ് പ്ലേസ്ഡ് ഇൻ ദി രജിസ്റ്റർ എ. നോക്കുക, വി ആർ പ്ലേസിംഗ് ഓപ്പറൻഡ് ഇൻ രജിസ്റ്റർ എ. ആൻഡ് സൈൻ ബിറ്റ്, സപ്പോസ് വി ആർ കൺസിഡറിങ് +4 ആണ് എങ്കിൽ 4 will be stored in register A. Sign bit plus symbol indicated by 0. 0 will be stored in AS. ഈ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിൽ ഒരു വാല്യൂയിൽ നമ്മൾ അതിനെ സ്റ്റോർ ചെയ്യും. Then next number, suppose it is -3. -3, register B will store magnitude value which is 3. Then sign bit for minus it is 1. Sign bit എവിടെ നമ്മൾ സ്റ്റോർ ചെയ്യും? BS ൽ സ്റ്റോർ ചെയ്യും. Then ആഫ്റ്റർ പെർഫോമിംഗ് ഓപ്പറേഷൻ നമുക്ക് എന്തെങ്കിലും ഓവർഫ്ലോ ബിറ്റ് ക്യാരി വരുവാണെങ്കിൽ ആ റിസൾട്ടിനെ നമ്മൾ പ്ലേസിംഗ് ഇൻ ഇ എന്ന് പറയുന്ന രജിസ്റ്ററിൽ നമ്മൾ പ്ലേസ് ചെയ്യും. ഇൻ ഓർഡർ ടു പെർഫോം അഡിഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ വി റിക്വയർ ALU. സോ ദിസ് ഈസ് ALU. ദെൻ വി നീഡ് എ കൺട്രോൾ സിഗ്നൽ QA. QA is a control signal to perform addition operation. QS is another control signal to perform subtract operation. Then X, after performing the operation നമ്മൾ X സിഗ്നൽ സെറ്റ് ചെയ്യും, which means ഓപ്പറേഷൻ കഴിഞ്ഞു എന്ന് കാണിക്കാൻ വേണ്ടി വി ആർ യൂസിങ് എ ടെർമിനേഷൻ. എൻഡ് ഓഫ് ദി ഓപ്പറേഷൻ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമുക്കൊരു X സിഗ്നലും കൂടി ഉണ്ട്. ഒന്നുകൂടി പറയാം, അവർ എയിം, നമ്മുടെ എയിം എന്താണ്? അവർ എയിം ഈസ് ടു perform signed magnitude numbers addition and subtraction. We are going to design a circuitry to perform addition and subtraction. So to perform addition, we require two operand. First operand we are placing in register A. Second operand we are placing register B. Sign of each numbers placing in BS and AS register. Magnitude of the number placing in B register and A register. After performing the operation, ഓവർഫ്ലോ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ഇയിൽ പ്ലേസ് ചെയ്യുന്നു. ടാസ്ക് പെർഫോം ചെയ്യാൻ വി ആർ ഹാവിംഗ് എൻ ALU. QA is a control signal for performing addition. QS is another control signal for performing subtraction. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? സ്പീഡായി പോയോ? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഒരാൾ പറഞ്ഞേ. നിവേദ്യ KC എന്തൊക്കെയാ പറഞ്ഞത്? നിവേദ്യ ഒന്ന് പറഞ്ഞേ മോളെ, എന്തൊക്കെ മനസ്സിലായി? ഇപ്പൊ രണ്ട് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്യാനോ ആണെങ്കിൽ അതിന്റെ സൈന് നമ്മളിപ്പോ രണ്ടാമത്തെ നമ്പറിന്റെ ആണെങ്കിൽ ഒരു സൈൻ ബിറ്റ് B1 എന്നുള്ള നമ്മളെ രജിസ്റ്ററിലേക്ക് ആക്കും. പിന്നെ മാഗ്നിറ്റ്യൂഡ് B രജിസ്റ്ററിലേക്ക് ആക്കും. പിന്നെ ഫസ്റ്റ് നമ്പറിനത് എയും സൈന് A1ഉം പിന്നെ രജിസ്റ്റർ എയില് അതിന്റെ മാഗ്നിറ്റ്യൂഡും ആക്കും. പിന്നെ ഓവർഫ്ലോ വരികയാണെങ്കിൽ E എന്ന് പറഞ്ഞൊരു രജിസ്റ്റർ ഉണ്ട്, അതിൻ്റെ അകത്താണ് ഓവർഫ്ലോ വന്നാൽ അതിൻ്റെ അകത്താണ് ആഡ് ചെയ്യാം. പിന്നെ ALU ആണ് ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ALU യൂണിറ്റ് വേണം, അരിത്മെറ്റിക് ലോജിക് യൂണിറ്റ്. പിന്നെ കൺട്രോൾ ലോജിക് ഉണ്ട്, അതിൻ്റെ അകത്താണ് നമ്മൾ ആഡും, അതായത് അഡീഷന്റെ കൺട്രോൾ സിഗ്നലും പിന്നെ സബ്ട്രാക്ഷന്റെ കൺട്രോൾ സിഗ്നലും പിന്നെ ഒരു എക്സും കൂടി ഉണ്ട്, അത് ഓപ്പറേഷൻ ടെർമിനേറ്റ് ആയി കഴിഞ്ഞാൽ ജനറേറ്റ് ചെയ്യും. ഓക്കെ, താങ്ക് യു. എക്സാക്ട്ലി A1 B1 ഓർക്കരുത്, AS ആൻഡ് BS ഇൻഡിക്കേറ്റിംഗ് സൈൻ. എയുടെ സൈനിനെ AS എന്ന് പറയുന്ന പാർട്ടിൽ നമ്മൾ പ്ലേസ് ചെയ്യുന്നു. AS ആണ് മക്കളെ ഓർക്കുക. ദെൻ BS സൈൻ ഓഫ് B. അപ്പം അത്രയും പാർട്ട് ക്ലിയർ ആയി. എല്ലാവരും ഒന്ന് ഓർക്കുക. ജസ്റ്റ് പ്രീവിയസ് ലൈനിലേക്ക് ഞാനൊന്നും കൂടി പോവാണ്. നമുക്കൊന്നും വേണ്ട, വി ആർ ഗോയിങ് ടു ഡിസൈൻ എ കൺട്രോൾ ലോജിക്. എന്ത് ഇംപ്ലിമെന്റ് ചെയ്യാൻ? സൈൻഡ് നമ്പേഴ്സിനെ ജസ്റ്റ് ആഡ് ചെയ്യുക അല്ലെ സബ്സ്ട്രാക്ട് ചെയ്യുക. സിമ്പിൾ ടാസ്ക് ആണ്. അതിനു വേണ്ടി നമ്മൾ നമ്പേഴ്സിന് മാഗ്നിറ്റ്യൂഡും സൈനും ഉണ്ടെന്ന് പറഞ്ഞു, അതിനെ ജസ്റ്റ് എവിടെയൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു. ഇനി നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോവാണ്. ഒരു വലിയ ടാസ്ക് ആണ്, നോക്കുക. കണ്ടോ, നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത് നിങ്ങൾ നോക്കിയേ. ആക്ച്വലി വി ഹാവ് ടു പെർഫോം 8 ഡിഫറെന്റ് കണ്ടീഷൻ. 8 കണ്ടീഷൻ നമ്മുടെ കയ്യിലുണ്ട്. എപ്പോഴെല്ലാം നോക്കിയേ, A പ്ലസ് ആവാം, A മൈനസ് ആവാം, A പ്ലസ് ആവാം, B മൈനസ് ആവാം, A നെഗറ്റീവ് ആകാം, B പോസിറ്റീവ് ആകാം. അങ്ങനെ രണ്ട് നമ്പേഴ്സിനെ പ്ലസും മൈനസും ചെയ്യുമ്പം 8 കണ്ടീഷൻ നമ്മുടെ കയ്യിൽ വരും. അപ്പം 8 കണ്ടീഷൻ എങ്ങനെ നമ്മൾ പെർഫോം ചെയ്യുന്നു എന്നുള്ളതിന്റെ സ്റ്റേജ് ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. നിങ്ങൾ നോക്കുക, ഇത് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ നെക്സ്റ്റ് ക്ലാസ് സിമ്പിൾ ആയിരിക്കും. സപ്പോസ് എയും ബിയും ഹാവിങ് സെയിം
സൈൻ. എയും പോസിറ്റീവ് ബിയും പോസിറ്റീവ്. ടാസ്ക് എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിലും എ ലെസ് ദാൻ ബി ആണെങ്കിലും സിമ്പിൾ ആണ്. എയും ബിയും ഹാവിങ് സെയിം സൈൻ. സോ റിസൾട്ട് നമ്മൾ ജസ്റ്റ് ആഡ് ചെയ്യുക, പ്ലസ് സൈൻ ഇടുക. ഇപ്പൊ എ ലെസ് ദാൻ ബി ആണെങ്കിലും കുഴപ്പമില്ല, രണ്ട് മാഗ്നിറ്റ്യൂഡും ആഡ് ചെയ്യുക, പ്ലസ് സിമ്പിൾ ഇടുക. അപ്പൊ ഫസ്റ്റ് സ്റ്റേജ് കൂൾ ആയിട്ട് ചെയ്യാം. സപ്പോസ് എയും ബിയും പോസിറ്റീവ് നമ്പേഴ്സ്, ഇൻ ഓർഡർ ടു പെർഫോം എ പ്ലസ് ബി രണ്ട് നമ്പറും ആഡ് ചെയ്യുക, പ്ലസ് സിമ്പിൾ ഇട്ട് വെക്കുക. സിമ്പിൾ അല്ലേ അർപ്പിത? സിമ്പിൾ അല്ലേ? രോഹിത്, ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലിയർ അല്ലേ? ആശിഷ്, അഭിനവ്, സെൽവരാജൻ, ആദിത്യ, ക്ലിയർ ആണെന്ന് കരുതുന്നു. ഇനി നിങ്ങൾ നോക്കുക, സപ്പോസ് എ ഈസ് പോസിറ്റീവ് ബി ഈസ് നെഗറ്റീവ്, എ പോസിറ്റീവ് ബി നെഗറ്റീവ് ആണെന്ന് കരുതുക. ഇനി നിങ്ങൾ നോക്കുക, മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? എയിൽ നിന്നും ബി സാധാരണ പോലെ മൈനസ് ചെയ്തിട്ട് വലിയ സിമ്പിളായ പ്ലസ് പ്ലേസ് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾ നോക്കുക, വി ആർ പെർഫോമിങ് എ മൈനസ് ബി. ഇഫ് എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി ആണ്, എ ഗ്രേറ്റർ ആണെങ്കിൽ സബ്സ്ട്രാക്ട് ബി ഫ്രം എ, പ്ലേസിങ് ഏതിൻ്റെ ആണോ വലിയ മാഗ്നിറ്റ്യൂഡ് ആ സിമ്പിളിൽ നമ്മൾ പ്ലേസ് ചെയ്യാം. ഇനി നിങ്ങൾ നോക്കുക, എ ലെസ് ദാൻ ബി ആണ്. ഇതിൽ എയുടെ വാല്യൂ ചെറുതും ബി വലുതും ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ബി മൈനസ് എ പെർഫോം ചെയ്യണം. ബി ആണ് വലുത്, ബി നെഗറ്റീവ് ആണ്, ബി വലുതുമാണ്, മൈനസ് സിമ്പിൾ നമ്മൾ പ്ലേസ് ചെയ്യണം. ഒന്നുകൂടി പറയാം, അതിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. ബിയുടെ മാഗ്നിറ്റ്യൂഡ് ആണ് വലുതെങ്കിൽ എന്ത് ചെയ്യണം? ബിയിൽ നിന്ന് എനെ വേണം നമ്മൾ കുറക്കാൻ, എന്നിട്ട് ബിന്റെ സിമ്പിൾ ഇട്ട് കൊടുക്കണം. ബിന്റെ സിമ്പിൾ എന്താണ്? നെഗറ്റീവ് ആണ്, അത് നമ്മൾ ഇവിടെ ഇട്ട് കൊടുത്തു. ഇനി മൈനസ് എ പ്ലസ് ബി, എ വലുതാണെങ്കിൽ എന്ത് ചെയ്യണം? എയിൽ നിന്ന് ബി കുറക്കുക, മൈനസ് സിമ്പിൾ നമ്മൾ ഇട്ട് കൊടുക്കുക. ഇനി ബി ആയിരുന്നു വലുതെങ്കിൽ ബിന്ന് എ കുറക്കുക, ബിയുടെ സിമ്പിൾ ഇട്ട് കൊടുക്കുക. കാരണം ബി പോസിറ്റീവ് ആണ്, ബി വലുതാണെങ്കിൽ ബിയുടെ സിമ്പിൾ പ്ലേസ് ചെയ്യാം. രണ്ട് സിമ്പിളും സെയിം ആണെങ്കിൽ ഇഷ്യൂ ഇല്ല, രണ്ട് നമ്പറും ആഡ് ചെയ്യുക, നെഗറ്റീവ് സിമ്പിൾ ഇട്ട് കൊടുക്കുക. രണ്ട് സിമ്പിൾ ആഡ് ചെയ്യുക, നെഗറ്റീവ് സിമ്പിൾ ഇട്ട് കൊടുക്കുക. ഇത്രയും പറഞ്ഞ് ഞാൻ ബൈൻഡപ്പ് ചെയ്യാണ്. ഈ ടേബിള് സ്ക്രീൻഷോട്ട് എടുത്ത് നാളത്തേക്ക് കറക്റ്റ് പഠിച്ചു വെക്കുക. ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും. ഈ ടേബിളിൽ നിന്ന് സ്ക്രീൻഷോട്ട് ചെയ്യുക, മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇപ്പൊ ചോദിച്ചേ. ഐശ്വര്യ, അഖിൽ, സി വി, അമൽ, സുരേന്ദ്രൻ. ഈ ടേബിൾ ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്യുക, എന്നിട്ട് പഠിക്കുക. നാളെ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും.